എന്താ ഉർവശി, ബാങ്കുകാര് കണിമംഗലത്തിന്റെ ഉമ്മറത്ത് നോട്ടീസ് ഒട്ടിച്ചോ? ചന്ദ്രേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു? ഇപ്പൊ കണിമംഗലത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും പുറകിൽ ഞാനാണ്. കാര്യം എന്താ സർ? ബാങ്കും കണിമംഗലം ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. പലപ്പോഴും സാധാരണ കസ്റ്റമേഴ്സിനോട് പാലിക്കുന്ന ചട്ടങ്ങൾ കണിമംഗലം ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ബാങ്ക് പാലിക്കാറുമില്ല. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ. സാറ് ഒരു 4 വർഷം മുമ്പ് ഒരു ഓടി എടുത്തിരുന്നു. അറിയാം, അത് വീഴ്ച കൂടാതെ അടയ്ക്കുന്നുണ്ടല്ലോ. ഇല്ല, അതിൽ ഒരുപാട് വീഴ്ചകളുണ്ട്. അതിന്റെ കാര്യമാണ് പറയാനുള്ളത്. വീഴ്ചയോ? അതെ സർ, തവണകൾ മുടങ്ങിയിട്ട് ഒരുപാട് മാസങ്ങളായി. ഈ വീട് ഉൾപ്പെടെയാണ് വീട് വെച്ചിരിക്കുന്നത്. ഞാൻ പലതവണ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. ഉടനെ ചെയ്യാമെന്ന അവിടുന്ന് മറുപടി കിട്ടിയത്. പിന്നെ ഈ അടുത്ത് ഒരു ബെഞ്ചമിൻ വിളിച്ചിരുന്നു. അയാൾ കണിമംഗലം ഗ്രൂപ്പിന്റെ പുതിയ മാനേജറല്ലേ? അതെ. ഹെഡ് ഓഫീസിൽ നിന്നുള്ള അന്വേഷണം വന്നപ്പോഴാണ് ബെഞ്ചമിനുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. ബെഞ്ചമിൻ പറഞ്ഞത് ബാങ്കിന് നടപടികൾ എന്ത് വേണമെങ്കിലും സ്വീകരിക്കാമെന്നാണ്. കമ്പനി നോക്കി നടത്തുന്നത് എൻ്റെ മകൻ വരുണാണ്. അവൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നിലപാടുണ്ടാവില്ല. എനിക്കതിലൊരു സംശയം തോന്നിയതുകൊണ്ടാണ് സാർ ഞാൻ നേരിട്ട് വരാമെന്ന് വെച്ചത്. സത്യത്തിൽ ഹെഡ് ഓഫീസിൽ നിന്നും എനിക്കുള്ള നിർദ്ദേശം ഒരു ജപ്തി നടപടിയാണ്. തൽക്കാലം ഞാനൊന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി മുന്നോട്ട് പോകുന്ന അപകടമായിരിക്കും. സാറ് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി അന്വേഷിക്കണം. എന്നിട്ട് ബാങ്കിനെ വിവരം അറിയിച്ചാൽ മതി. ഒരു 10 ദിവസത്തേക്ക് നടപടികളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വരും. ഈ വീടിൻ്റെ ഉമ്മറത്ത് ഒരു ജപ്തി നോട്ടീസ് ഒട്ടിക്കുന്നത് സാറിന് താങ്ങാൻ പറ്റുന്ന കാര്യമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ബട്ട് വി ആർ സോറി സർ, കണ്ടീഷൻ അതാണ്. ഇതൊന്ന് നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. കാര്യങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അതിനുശേഷം ഞാൻ തന്നെ വിളിച്ചോളാം. ശരി സാർ, എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി. അല്ല ഏട്ടാ, നമ്മുടെ വീട് പോലും പണയത്തിലാണോ? കമ്പനികൾക്ക് ചിലപ്പോൾ കയ്യിലുള്ള ആസ്തികൾ ചില സമയത്ത് പണയപ്പെടുത്തേണ്ടി വരും. അത് ബിസിനസിന്റെ ഒരു ഭാഗമാണ്. ഇതിനു മുമ്പ് പലതവണയും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അത് തിരിച്ചടച്ച് കാര്യങ്ങൾ ഭദ്രമാക്കിയിട്ടുമുണ്ട്. ഇപ്പൊ എന്തു പറ്റി? വരുണിന്റെ കയ്യിൽ നിന്ന് വന്ന എന്തെങ്കിലും കുഴപ്പമാണോ? അതിനിടയിൽ അവനെ കുറ്റപ്പെടുത്താൻ സമയം കണ്ടെത്തുകയാണല്ലേ. നിങ്ങൾ പൊയ്ക്കോ. കുടുംബത്തിനൊരു പ്രശ്നം വരുമ്പോ അതിന്റെ ചർച്ചയ്ക്ക് നിങ്ങൾ ഉണ്ടാവുന്ന നല്ലതല്ല. ആ, എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും കൂടി പരിഹരിക്കേ. വാ കൽപ്പനെ. എന്താ ഇതൊക്കെ? ഞാൻ പറഞ്ഞില്ലേ പത്മിനി, എവിടേക്കോ വല്ലാത്ത പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനമായി കാണുന്നതൊക്കെ. കുഴപ്പമാവോ പരമേശ്വര? ഇല്ലാതെ നോക്കണം. ഒരു ജപ്തി നടപടി നമുക്ക് നേർക്ക് വന്നാൽ പിന്നെ ആളുകളുടെ മുമ്പിൽ പറഞ്ഞുപോലും പിടിച്ചു നിൽക്കാനാവില്ല. എല്ലാം ഭദ്രമാണെന്ന് കരുതി കണ്ണടച്ചതാ തെറ്റ്. കൽപ്പനെ, കുറച്ചു കാലം നമ്മൾ ഇവിടെ കിടന്ന് അനുഭവിച്ചു.
പക്ഷേ കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കാൽക്കലേക്ക് തന്നെ വരുന്നത് കണ്ടോ? കണിമംഗലത്തിന്റെ ഉമ്മറവാതിലിലെ ബാങ്കുകാരെ നോട്ടീസ് ഒട്ടിക്കാൻ ഇനി അധിക സമയമൊന്നും വേണ്ട. നമ്മൾ നോക്കി നിൽക്കേ കണിമംഗലം എന്നേക്കുമായി തകരും. ആ ചെറിയമേ, ചെറിയച്ഛനെ വിവരം അറിയിക്കുന്നില്ലേ? പിന്നെ ഇക്കാര്യം ആദ്യം അറിയിക്കേണ്ടത് ചന്ദ്രേട്ടനല്ലേ? ആ ദാ ചന്ദ്രേട്ടനെ വിളിക്കുന്ന 100 ആയുസ്. ഹലോ ചന്ദ്രേട്ടാ. എന്താ ഉർവശി, ബാങ്കുകാര് കണിമംഗലത്തിന്റെ ഉമ്മറത്ത് നോട്ടീസ് ഒട്ടിച്ചോ? ചന്ദ്രേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു? ഇപ്പൊ കണിമംഗലത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും പുറകിൽ ഞാനാണ്. കണിമംഗലത്തിന്റെ അധപ്പതനം തുടങ്ങി. കണിമംഗലത്തിന്റെ രാജാവായി എന്റെ ഏട്ടൻ തമ്പുരാൻ ഇനി വാടില്ല ഉർവശി. ഇത്രയും കാലം ഞാനും നീയും നമ്മുടെ മകനും അനുഭവിച്ചതിനൊക്കെ കൃത്യമായി പകരം വീട്ടി തീർക്കാനാണ് എന്റെ ഉദ്ദേശം. കണിമംഗലം കൈവിട്ടു പോയാ അത് നമ്മുടെയും കൂടി നഷ്ടമല്ലേ? അങ്ങനെ കൈവിട്ടൊരു കളി ഞാൻ കളിക്കില്ലല്ലോ. ഏട്ടന് കണിമംഗലം ഭരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് ആരെങ്കിലും വിലയിരുത്തിയാ പിന്നെ അതിന്റെ അർത്ഥം ചന്ദ്രശേഖരനും ആ യോഗ്യതയില്ല എന്നല്ല. നീ നോക്കിക്കോ ഉർവശി, ഇനി മുതൽ കണിമംഗലം അറിയപ്പെടാൻ പോകുന്നത് ഈ ചന്ദ്രശേഖരന്റെ പേരിലായിരിക്കും. ആളുകൾ ബഹുമാനിക്കാൻ പോകുന്നതും പേടിക്കാൻ പോകുന്നതും കണിമംഗലം ചന്ദ്രശേഖരനെ ആയിരിക്കും. എനിക്ക് ആ കാഴ്ചയെന്ന് കണ്ടാ മതി ചന്ദ്രേട്ടാ. ഇത്രയും കാലം എന്റെ മുമ്പിൽ അഹങ്കരിച്ച് നടന്ന ഏട്ടനും ഏട്ടത്തിയും അമ്മയും വരുണും രാധികയൊക്കെ പെടാപ്പാട് പെടുന്നത് എനിക്കൊന്ന് കാണണം. ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും ഇല്ലാതെയാ ഇത്രയും കാലം ഞാൻ ഈ കണിമംഗലത്ത് നിന്നത്. കണിമംഗലം ചന്ദ്രശേഖരന്റെ ഭാര്യയായി, കണിമംഗലത്തിന്റെ ഉടമയായി എനിക്കിവിടെയൊക്കെ ഒന്ന് ചവിട്ടി നടക്കണം. എന്റെ പ്രതികാരം ഞാൻ എന്റെ വഴിക്ക് തീർക്കും. നിന്റെ പ്രതികാരം തീർക്കാൻ നിനക്ക് തരികയും ചെയ്യും. ഇനി അങ്ങോട്ട് കൺകുളിർക്കെ കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ട്. ഞാൻ കൃത്യസമയത്ത് നിന്നെ വിളിച്ചോളാം. കണിമംഗലത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളൊക്കെ സംഭവിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ അവിടെ പ്രത്യക്ഷപ്പെടൂ. നോക്കട്ടെ.